കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് അന്വേഷണത്തിൽ പോലീസിന് വീഴ്ചയെന്ന് ഇരയായ വിദ്യാർത്ഥിയുടെ പിതാവ് ലക്ഷ്മണ പെരുമാൾ റിപ്പോർട്ടറിനോട്. നടപടികളിൽ കാലതാമസം നേരിട്ടെന്നും കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് വൈകിയെന്നുമാണ് ആരോപണം. ഹോസ്റ്റൽ വാർഡനെ ഡിസ്മിസ് ചെയ്യണം, പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം. റാഗിംഗ് വിവരം ലോകം മുഴുവൻ അറിഞ്ഞിട്ടും പീരുമേട് MLA വാഴൂർ സോമൻ ഒരു ഇടപെടലും നടത്തിയില്ലെന്നും ലക്ഷ്മണ പെരുമാൾ കുറ്റപ്പെടുത്തി. തിങ്കളാഴ്ച നമ്മൾ ഉച്ചയ്ക്കാണ് ഈ സംഭവം അറിയുന്നത്. പോലീസ് അവരെ FIR എഴുതി അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് വിട്ടു. എന്നാൽ ഈ പോലീസിന്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ ഇതുവരെ കുട്ടികളെ കണ്ട് അവർക്കുള്ള ആവശ്യമായിട്ട് എന്ത് നടപടി എടുക്കണമെന്നും ഇതുവരെ എടുത്തിട്ടില്ല. 98-99 ഒരു നിയമമുണ്ട്, അവരെ സസ്പെൻഡ് അല്ല ഡിസ്മിസ് ചെയ്യാനുള്ള നിയമമുണ്ട്. അത് എന്തുകൊണ്ട് ഈ സർക്കാർ ചെയ്യാത്തത്? ഈ ഇന്ത്യയിലെ മാത്രമല്ല ഈ ലോകത്തെങ്ങും ഇല്ലാത്ത ശിക്ഷ അവർക്ക് കൊടുക്കണം. പോലീസുകാർ ഈ ബാക്കിയുള്ള കാര്യത്തിൽ ഇതാകുന്നുണ്ടല്ലോ, ഈ കാര്യത്തിൽ ഒരു കുട്ടിയുടെ ഇത് വന്നിട്ട് പോലീസുകാർ എന്തുകൊണ്ട് ഇത് ചെയ്യാത്തത്? ഈ 8 ദിവസമായിട്ടും അവരുടെ ഇത് പേപ്പർ എഴുതുക പോവുക, അതാണ് പോലീസുകാർ ചെയ്യേണ്ടത്. ഇത് ഇന്ത്യയിൽ മൊത്തം അറിഞ്ഞു. നമ്മുടെ പീരുമേട്ടിലെ ഈ മണ്ണിലുള്ള ഒരു MLA ഉണ്ട്. ആ MLA ഈ ലോകത്തുണ്ടോ എന്ന് എനിക്കറിവില്ല. ഇന്ന് വരെ നമ്മുടെ ഒരു പീരുമേട് താലൂക്കിൽ ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവം അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതുവരെ ഒരു MLA അറിഞ്ഞില്ല. എനിക്കത് ഭയങ്കര സങ്കടമുണ്ട്. സന്ദീപ് രാജാക്കാട്, ഗുഡ് മോർണിംഗ്. റാഗിങ്ങിനിരയായ കുട്ടിയുടെ പിതാവ് ഈ പരാതിയിൽ ഉറച്ചു നിന്നതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിൽ ഇത്രയും നീക്കങ്ങളെങ്കിലും ഉണ്ടായത്. അല്ലാത്ത പക്ഷം ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയേനെ എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഇവിടെ MLA അടക്കം ബന്ധപ്പെട്ടില്ല, വാർഡനെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കുകയല്ലേ? ഇതൊക്കെ സാരമായ ആരോപണങ്ങൾ തന്നെയാണല്ലോ സന്ദീപ്. വിജയപർവതി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇക്കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ ലക്ഷ്മണ പെരുമാൾ ഉന്നയിക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് തന്നെ രംഗത്ത് വന്നിരുന്ന ആളാണ് ലക്ഷ്മണ പെരുമാൾ. അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായ ഒരു ആളുകൂടിയാണ്. നമ്മൾ കാണാതെ പോകാൻ കഴിയില്ല. മറ്റുള്ളവരൊക്കെ പ്രതികരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക കൂടി ചെയ്തതാണ്. ആ കാര്യത്തിൽ ഇപ്പോൾ ഉയരുന്ന ആരോപണം, പോലീസ് കൃത്യമായി തന്നെ അന്വേഷണങ്ങളിലൊക്കെ ഇടപെട്ടുവെങ്കിൽ പോലും വീഴ്ചയുണ്ടായിട്ടുണ്ട് പോലീസിന്. ഈ കുട്ടികളുടെ മൊഴി, വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുന്നതിൽ കാലതാമസം നേരിട്ടു എന്നതടക്കമുള്ള ആരോപണമാണ് ഈ ലക്ഷ്മണ പെരുമാൾ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം, ഇവർക്ക് പരമാവധി ശിക്ഷ കിട്ടുന്ന തരത്തിലേക്ക് സർക്കാർ ഇടപെടലുണ്ടാകണം. ഒപ്പം തന്നെ ഈ ഹോസ്റ്റൽ വാർഡൻ അടക്കമുള്ളവരെ സസ്പെൻഷനിൽ ഒതുക്കുക എന്നുള്ളത് ശരിയായ ഒരു കാര്യമല്ല. അവരെ ഡിസ്മിസ് ചെയ്യണം, പുറത്താക്കണം. അതിന് കാലതാമസം ഉണ്ടായിക്കൂടാ, അത് വളരെ വേഗത്തിൽ ചെയ്യണമെന്നുള്ള ആവശ്യം കൂടി ഈ ലക്ഷ്മണ പെരുമാൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ വാഴൂർ സോമൻ MLA, പീരുമേടിന്റെ MLAക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി, വിമർശനം ഉന്നയിക്കുന്നത്. അദ്ദേഹം ഈ പീരുമേട്ടിൽ ഉണ്ടായിരുന്നിട്ട് പോലും, MLA ആയിരുന്നിട്ട് പോലും ആ വിഷയങ്ങളിൽ ഇടപെടുവാൻ ഒരു വിധത്തിലും തയ്യാറായിട്ടില്ല എന്നുള്ള ആരോപണം കൂടി ലക്ഷ്മണ പെരുമാൾ ഉന്നയിക്കുന്നുണ്ട്. സുജയ പാർവതി. ഓക്കെ, സന്ദീപ് രാജാക്കാട്, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം നമുക്ക്.